കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ദോശേൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാട്ടോ. നമ്മളിതിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. സാധാരണ നമ്മൾ ഗോതമ്പ് പൊടി മാത്രം കലക്കിയിട്ടല്ലേ ഗോതമ്പ് ദോശ ഉണ്ടാക്കാറ്. പക്ഷേ ഇതിൽ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് നമ്മൾ ആവശ്യമുള്ള ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ചിട്ട് പൊടീൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം. ഒരു 4 പേർക്കുള്ള അളവിലാണ് കേട്ടോ ഞാനിത് പറയുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഒരു നല്ല രുചി കിട്ടാനും ഗോതമ്പ് ദോശ ഒന്ന് നല്ലോണം മുരിഞ്ഞ് കിട്ടാനും പിന്നെ അതിനൊരു സ്പെഷ്യൽ കളർ കിട്ടാനും കൂടി നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഏകദേശം 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ മുരിഞ്ഞ് കിട്ടും, അതുപോലെ നല്ലൊരു കളറും കിട്ടും. അതുപോലെ തന്നെ 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മട്ട അരിൻ്റെ ആട്ടോ എടുക്കുന്നത്. ഏത് അരിൻ്റെ ചോറ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ചോറ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവുമേ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് അളവിൽ തേങ്ങയാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന അളവൊക്കെ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അടിപൊളി ദോശ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് ചോറും അതുപോലെ തന്നെ 1/4 കപ്പ് തേങ്ങയും മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ 1 കപ്പ് വെള്ളമാട്ടോ എടുത്തത്. അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മാവൊന്ന് കലക്കിയെടുക്കാം. ആദ്യം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് കുഴക്കുന്നതിന് പകരം ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളം കുറേശ്ശെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം 1 കപ്പ് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ചോറും തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കട്ട ഉണ്ടായി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം ഈ ഒരു കട്ടയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് പിന്നെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ 1 കപ്പ് വെള്ളം മുഴുവൻ ചേർത്തിട്ട് ഇതാ പിന്നെ ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാനിവിടെ എടുത്തത് 1.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ കട്ടയൊക്കെ ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തല്ലോ, തേങ്ങയും ചോറും അതുപോലെ പഞ്ചസാരയും ഒക്കെ ചേർത്തത് കൊണ്ട് ഒരു പ്രത്യേക രുചിയാട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഒരു ബൗളിലേക്ക് കുറച്ചും കൂടി വെള്ളം, ഏകദേശം ഒരു 1/4 കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നല്ല പേസ്റ്റ് പോലെ വേണം കേട്ടോ നമ്മൾ അരച്ചെടുക്കാൻ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയാണ്. അപ്പോൾ 1 മുട്ട മതിയാകും. ഇനിയിപ്പോൾ നിങ്ങൾ ഗോതമ്പ് പൊടി എത്ര ക്വാണ്ടിറ്റിയിൽ എടുത്തു കഴിഞ്ഞാലും മുട്ടേൻ്റെ അളവ് 1 മാത്രം മതി. ഒരുപാട് മുട്ട ചേർത്ത് കഴിഞ്ഞാൽ മുട്ടേൻ്റെ ആ ഒരു സ്മെല്ലുണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു മുട്ട ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ കഴിക്കാം. പിന്നെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മളിത് ചേർത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവില്ലേ, നല്ലോണം മാവ് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഈസ്റ്റോ അങ്ങനെ സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ തന്നെ മാവ് നല്ല പോലെ ഒന്ന് പൊങ്ങിക്കിട്ടും. അപ്പോൾ ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, നല്ലോണം ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ തന്നെ മാവ് ആവശ്യത്തിന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കട്ടിയല്ല, ഇതുപോലെ വേണം കേട്ടോ. ഒരുപാട് ലൂസും ആവരുത്. നല്ല ലൂസായി കഴിഞ്ഞാൽ നമുക്ക് മാവ് പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ കല്ലിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും, നമുക്ക് തിരിച്ചിടാനൊന്നും കിട്ടില്ല. അപ്പോൾ ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് പരത്താൻ ബുദ്ധിമുട്ടുമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുട്ട ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ചുട്ടെടുക്കാം. അങ്ങനെ പൊങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മുട്ട ചേർത്തുകൊണ്ട് തന്നെ അത് നന്നായിട്ട് മാവ് നല്ല റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ ഞാനിതാ ഒരു ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് കേട്ടോ ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. എണ്ണയോ നെയ്യോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പരട്ടിയതിന് ശേഷം നിങ്ങൾക്കിതാ നല്ല നേർങ്ങനെ ദോശ ചുട്ടെടുക്കാം. 1-2 സെക്കൻഡ് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗം റെഡിയായി കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കല്ലിൻ്റെ ചൂടൊക്കെ നിങ്ങൾ കറക്റ്റാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മാവ് പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഉരുണ്ട് കൂടിയിട്ട് ആ ഒരു കട്ട പിടിച്ച പോലെയൊക്കെ അങ്ങ് ഉണ്ടാവും കേട്ടോ മാവ് പരത്തുമ്പോൾ. അതുകൊണ്ട് കല്ല് കറക്റ്റായിട്ട് തന്നെ ചൂടായിരിക്കണം. നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ തളിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് 2 ഭാഗത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ടിട്ട് നല്ല പോലെ ക്രിസ്പിയാക്കി എടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതിൽ നമ്മൾ പഞ്ചസാരയും കുറച്ചൊന്ന് ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു കളറായിരിക്കും. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ഒരു ചപ്പാത്തിയൊക്കെ ആ ഒരു ചുടുമ്പോഴുണ്ടാകുന്ന ഒരു കളർ പോലെ ആയിരിക്കും കിട്ടുക കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ട് കറിയും നമുക്ക് കഴിക്കാൻ വേണ്ട. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ സ്നാക്സ് ആയിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കൊടുത്തു വിടാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും ആ ഒരു സമയത്ത്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ചൂടാറുമ്പോൾ അതൊന്ന് സോഫ്റ്റായി പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. താങ്ക്